ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ചെറിയ ജെറ്റ് എഞ്ചിൻ, സ്മോൾ ജെറ്റ് എഞ്ചിൻ ഇന്ത്യ നിർമ്മിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? CSIR-ഉം നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയും ചേർന്നിട്ട് ഒരു ടർബോജെറ്റ് എഞ്ചിൻ, ചെറിയ സ്മോൾ ടർബോജെറ്റ് എഞ്ചിൻ ഈ കഴിഞ്ഞ ദിവസം വിജയകരമായി പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കി എന്ന വാർത്ത പുറത്തു വന്നു. ഈ ടർബോജെറ്റ് എഞ്ചിൻ ഏതാണ്ട് 1000 ന്യൂട്ടൺ എന്ന് പറയുന്ന, അതായത് 1 കിലോ ന്യൂട്ടൺ ശക്തി ഉൽപ്പാദിപ്പിക്കുന്നതാണ്, ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. 1 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് വലുതൊന്നുമല്ല. കാരണം നമുക്കറിയാം, ഇപ്പം തേജസ് 1A ശക്തി കൊടുക്കുന്നത് F404 എഞ്ചിനാണ്. അതിൻ്റെ ഒരു 82-83 കിലോ ന്യൂട്ടൺ അല്ലെ 84 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ആണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്മോൾ ടർബോജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് വെറും 1 കിലോ ന്യൂട്ടൺ ആണ് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വലിയ നേട്ടമാണോ? അങ്ങനെ ഒരു ചോദ്യം വരാം. പക്ഷേ ഞാൻ പറയും, ഇത് വലിയ നേട്ടം തന്നെയാണ്. എന്തെന്നാൽ ഈ എഞ്ചിനാണ് ഈ ഭാവിയിലെ യുദ്ധങ്ങൾക്കൊക്കെ വിമാനങ്ങളെക്കാൾ അധികം ഉപയോഗിക്കാൻ പോകുന്നത് ഡ്രോണുകളാണ്. ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന NJ-100 എഞ്ചിൻ കാമിക്കാസെ, ലോങ് റേഞ്ച് കാമിക്കാസെ, ഹൈ സ്പീഡ് കാമിക്കാസെ ഡ്രോണുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു എഞ്ചിൻ ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ 100 കണക്കിന് ഇത്തരം എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിച്ച് വലിയ നേട്ടം കൊയ്യാൻ നമുക്ക്. അത് ഒരു യുദ്ധ സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും പല രാജ്യങ്ങളും ജെറ്റ് എഞ്ചിന്റെ ഇറക്കുമതിക്കൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അപ്പൊ എല്ലാവരും ഇതിനൊക്കെ ആശ്രയിക്കുന്ന അമേരിക്കയാണ്. ആയുധങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയും റഷ്യയും പിന്നെ ചൈനയും ഒക്കെയാണ്. ചൈന ഏതായാലും ഇന്ത്യക്ക് പിന്നെ യുദ്ധ സംബന്ധമായിട്ടുള്ള ഒരു ഭരണം ഇന്ത്യക്ക് തരില്ല. അപ്പൊ പിന്നെ അമേരിക്കയോ റഷ്യയോ തരണം. അമേരിക്കയോ അങ്ങനെ തരില്ല. പിന്നെ ഇസ്രായേലാണുള്ളത്. പക്ഷെ അതൊരു ചെറിയ രാജ്യമാണ്. അവർക്ക് അവിടെ ഈ ഉൽപാദന ശേഷിയുടെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ മുമ്പിലാണെങ്കിലും ഉൽപാദന ശേഷി കുറവാണ്. അപ്പോൾ ഇന്ത്യക്ക് ആവശ്യമുള്ളത് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന, പ്രത്യേകിച്ച് എഞ്ചിനുകളുടെ കാര്യത്തിൽ, ജെറ്റ് എഞ്ചിനുകളുടെ കാര്യത്തിൽ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാവാം. ഈ ജെറ്റ് എഞ്ചിനുകൾ 2 തരത്തിലാണ് ഇപ്പം മുഖ്യമായിട്ടുള്ളത്. അത് വേറെ ഉണ്ടാവും, പക്ഷേ മുഖ്യമായിട്ടുള്ളത് അതായത് ടർബോ ഫാൻ, ടർബോജെറ്റ്. നമ്മൾ സ്വന്തമായിട്ട് ക്രൂയിസ് മിസൈലിന് ആവശ്യമുള്ള ഒരു ടർബോ ഫാൻ എഞ്ചിൻ വികസിപ്പിച്ചിരുന്നു, മണിക് എഞ്ചിൻ എന്ന് പറഞ്ഞു. ആ മണിക് എഞ്ചിൻ നമ്മൾ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ നിർഭയ് എന്ന് പറയുന്ന ക്രൂയിസ് മിസൈല് വിജയകരമായതും ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ വിജയകരമായതും ഒക്കെ. ആ ഒരു പാഠം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ തേജസ് 1A, LCA തേജസ് 1A വിമാനത്തിന്റെ നിർമ്മാണം ഇത്രയധികം കാലതാമസം ഉണ്ടായതിൻ്റെ ഒരു കാരണം അമേരിക്കയുടെ GE ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞ F404 ജെറ്റ് എഞ്ചിൻ അവർ ഒരുപാട് വൈകിച്ചു. 2023 തരാമെന്ന് പറഞ്ഞ 2025 ഒടുവിലാണ് തന്നു തുടങ്ങി. അത് തന്നെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ നമുക്കറിയാം, ഇത്തരം ഒരുപാട് പ്രതിസന്ധികൾ സപ്ലൈ ചെയിനിലുണ്ടാകും. ഈ സപ്ലൈ ചെയിൻ പ്രതിസന്ധികളെ മറികടക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഇക്കോസിസ്റ്റം ഉണ്ടാകും. ആ ഇക്കോസിസ്റ്റം നമ്മൾ ടർബോ ഫാൻ എഞ്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് അത് സോൾവ് ചെയ്തിരിക്കുകയാണ്. കാരണം മണിക് എഞ്ചിനുണ്ട്. അത് ഏതാണ്ട് 4.5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ NJ-100-നേക്കാൾ ത്രസ്റ്റ് ഉണ്ട്. അതുപോലെ വേറെ ചില സ്വകാര്യ കമ്പനികളും ഇന്ത്യയിൽ ഇപ്പോൾ മണിക് എഞ്ചിൻ്റെ അത്ര ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും അത് DRDO ആണ് മണിക് എഞ്ചിൻ ഉണ്ടാക്കിയത്. ത്രസ്റ്റ് സാമാന്യം ഇപ്പോൾ ഏതാണ്ട് ഒരു 500 ന്യൂട്ടനൊക്കെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന, 500-700 ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ടർബോ ഫാൻ എഞ്ചിനുകൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ. പക്ഷെ ടർബോജെറ്റ് എഞ്ചിനുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അപ്പോൾ ഈ NJ-100-ന്റെ പ്രത്യേകത ഏതാണ്? എന്താണ് ഈ ടർബോജെറ്റിന്റെ ഒരു മേന്മ എന്ന് പറഞ്ഞാൽ, അത് വളരെ വേഗത്തിലും ഉയരത്തിലും ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സൂപ്പർ സോണിക് സ്പീഡിലുള്ള ഒരു മിസൈലോ അതല്ലെങ്കിൽ സൂപ്പർ സോണിക് സ്പീഡിനോട് അടുത്തെത്തുന്ന സ്പീഡിൽ പോകുന്ന ഒരു ഡ്രോണോ ആണെങ്കിൽ അതിന് ഈ ടർബോജെറ്റ് എഞ്ചിൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രസക്തി ഈ കാമിക്കാസെ ഡ്രോണുകളിലാണ്. അതായത് സൂയിസൈഡ് ഡ്രോൺ അല്ലെ സ്വാം ഡ്രോൺ, ഇങ്ങനെ പറയുന്ന ഡ്രോണുകളിലൊക്കെ തന്നെ ഈ ടർബോജെറ്റ് എഞ്ചിന് ഒരു പ്രത്യേക പ്രസക്തിയുണ്ട്.
അങ്ങനെയുള്ള ഡ്രോണുകൾ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. ഇറാന്റെ കൈവശമുള്ള സൂയിസൈഡ് ഡ്രോണുകളാണ് പലപ്പോഴും ഇപ്പൊ അമേരിക്കയെ ബുദ്ധിമുട്ടിക്കുന്നത്. മുൻപ് അത് പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം, ഇറാൻ റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യയിൽ നിന്ന് യുക്രൈന് നേരെ തൊടുത്തുവിട്ടതും ആ ഡ്രോൺ തന്നെയാണ്. അപ്പോൾ ഈ ടർബോജെറ്റ് എഞ്ചിൻ നമുക്ക് ചില അർത്ഥത്തിൽ നമുക്ക് വളരെ ആവശ്യമുണ്ട്. ടർബോജെറ്റ്, അത് സംശയമൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ ടർബോജെറ്റ് എഞ്ചിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ടർബോജെറ്റ് എഞ്ചിനുകൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൈവന്നത് അത് വലിയൊരു അനുഗ്രഹമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലും തർക്കം വേണ്ട. അത് ഒരു ഭാഗത്ത്. ഇനി വേറൊരു വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് വൈസിൽ നമുക്ക് വലിയ സേവിങ്സ് ഉണ്ടാകുകയാണ്. പിന്നെ മാത്രവുമല്ല, ഈ ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന SJ-100 ഒരു മെച്ചമുള്ളത് അതിന്റെ ശക്തി സ്കെയിലപ്പ് ചെയ്യുക. നേരത്തെ ഇത് ആദ്യം നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് NJ5 എന്ന ഒരു എഞ്ചിനായിട്ടാണ്. ഈ NJ5 അതിന്റെ പിന്നെ പവർ വളരെ കുറവായിരുന്നു. പക്ഷെ അത് ഒരു ഡ്രോണുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വിജയകരമായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം NJ5ന്റെ ത്രസ്റ്റ് വീണ്ടും സ്കെയിലപ്പ് ചെയ്യും. അപ്പം നമുക്ക് വേറൊരു ഗുണം ഇതിലുണ്ട്. നാളെ ഇപ്പോൾ നമ്മൾ വിജയകരമായി പരീക്ഷിക്കുന്ന NJ100 അത് സ്കെയിലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഒരു പ്രോപ്പർ ജെറ്റ് എഞ്ചിൻ തന്നെ, ടർബോജെറ്റ് എഞ്ചിൻ തന്നെ, ഒരു വിമാനത്തിനെ വരെ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടർബോജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാനുള്ള പ്രാഥമിക പാഠങ്ങളാണ് ഈ ഒരു പ്രോട്ടോടൈപ്പ് എഞ്ചിന്റെ നിർമ്മാണത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെച്ചമുണ്ട്. സ്വന്തമായിട്ടൊരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യത്തിന് അതിന്റെ ത്രസ്റ്റ് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. വിവിധ തരത്തിലുള്ള മിസൈലുകൾക്ക് അത് ഉപയോഗിക്കാം, വിവിധ തരത്തിലുള്ള ഡ്രോണുകൾക്ക്. അതായത് ഞാൻ പറഞ്ഞത് ഈ ഒരു NJ100 എഞ്ചിൻ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാമിക്കാസെ ഡ്രോണിനാണെങ്കിൽ നാളെ അതൊരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഒരു മെയിൽ ഡ്രോണിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 20-25 കിലോ ന്യൂട്ടന്റെ ത്രസ്റ്റ് ഉള്ള ഒരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഒരു മാതൃക കൊണ്ട് നമുക്ക് പറ്റും. അങ്ങനെ ഒരുപാട് മെച്ചങ്ങളുണ്ട്. വിദേശത്തുനിന്ന് ഒരു എഞ്ചിൻ ഇറക്കുമതി ചെയ്താൽ അതിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അത് ഏത് ഡ്രോണിനാണ് അത് ഉപയോഗിക്കേണ്ടത് അതിന് മാത്രമാണ്. പുതിയൊരു ഡ്രോൺ നിർമ്മിക്കുമ്പോൾ അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് പുതിയ എഞ്ചിൻ ഇറക്കുമതി ചെയ്യും. അവരൊരിക്കലും ആ രീതിയിൽ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ആരും ചെയ്യില്ല. ഈ ജെറ്റ് എഞ്ചിനുകളുടെ അല്ലെങ്കിൽ മിനി, മൈക്രോ 3 തരത്തിലുള്ള പ്രോപ്പർ ജെറ്റ് എഞ്ചിന്, മിനി, മൈക്രോ, ഇതിന്റെ ഒക്കെ തന്നെ പ്രസക്തി യുദ്ധം വരുമ്പോഴേ നമ്മൾ തിരിച്ചറിയും. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ കാലത്തേക്കുമുള്ളൊരു നേട്ടമാണ്. നമ്മളിപ്പോ ജെറ്റ് എഞ്ചിന്റെ കാര്യത്തിൽ നമ്മളൊരു GE-യുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ട് അവരത് പാലിക്കുന്നില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് കരാറിൽ നിന്ന് പിൻവാങ്ങാൻ നമുക്ക് പറ്റുമോ? പറ്റുന്നില്ല. കാരണം നമ്മൾ നിർബന്ധിതരാണ്, നമ്മളാണ് ആവശ്യക്കാർ. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ, അത് സാഫ്രാൻ എന്ന ഫ്രഞ്ച് കമ്പനിയുമായിട്ട് നമ്മൾ കരാറിലേക്ക് എത്തുകയാണ്. റോൾസ് റോയ്സ് നമുക്ക് ചില വാഗ്ദാനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ 2 രീതിയിലുള്ള ജെറ്റ് എഞ്ചിൻ, അതായത് കമേഴ്ഷ്യൽ യാത്രാ വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിനും അതുപോലെ യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിനും നിർമ്മിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഈ മേഖലയിൽ നമ്മൾ ഒരുപാട് ഇപ്പൊ മുന്നേറിയിട്ടുണ്ട്. ജെറ്റ് എഞ്ചിനുകളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന സൂപ്പർ അലോയ്സ് എന്ന് പറയുന്ന ഒരുതരം മെറ്റൽസ് ആണ്. അത് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതല്ല, അത് കൃത്രിമമായിട്ട് മനുഷ്യൻ സൃഷ്ടിച്ചെടുക്കുന്ന അലോയിയാണ്. അത്തരം ലോഹക്കൂട്ടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അത്തരം സൂപ്പർ അലോയ്സ് ആണ്. ആ സൂപ്പർ അലോയ്സ് എത്ര വലിയ ചൂടിലും, ഒരു 3000 ഡിഗ്രി സെന്റിഗ്രേഡിൽ പോലും വളരെ കൃത്യമായിട്ട് അത് പ്രവർത്തിക്കും. അത്തരം ശക്തമായ സൂപ്പർ അലോയ്സ് നിർമ്മിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചു കഴിഞ്ഞു. പതുക്കെ ആണെങ്കിലും ഇന്ത്യ ജെറ്റ് എഞ്ചിനുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊരു തീർച്ചയായിട്ടും നമുക്ക് നമുക്കൊരു അഭിമാനകരമായ ഒരു നേട്ടമാണ് എന്ന് തന്നെ ഞാൻ പറയും. അതായത് ചെറിയ മൈക്രോ ഗ്ലൈഡറുകൾ, ചെറിയ ഡ്രോണുകളൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോ ജെറ്റ് എഞ്ചിനുകൾ
സാമാന്യം വലിയ ഡ്രോണുകൾ, അതായത് ദീർഘദൂര ലോങ് റേഞ്ച് ഡ്രോണുകൾക്ക് ഉപയോഗിക്കുന്ന അത് സബ്സോണിക് എന്ന് പറയുന്ന പിന്നെ ശബ്ദത്തെക്കാൾ വളരെ വേഗത കുറഞ്ഞ ഡ്രോണുകളാവട്ടെ, സൂപ്പർസോണിക് ഇപ്പോൾ നിർമ്മിക്കാൻ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സബ്സോണിക് ഡ്രോണുകളുടെ കാലം കഴിഞ്ഞിട്ട് സൂപ്പർസോണിക് ഡ്രോണുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്തരം ഡ്രോണുകളുടെ നിർമ്മാണ കാര്യത്തിലും ഒക്കെ തന്നെ നമ്മൾ സ്വയം പര്യാപ്തയിലേക്ക് നീങ്ങണമെങ്കിൽ പലതരത്തിലുള്ള ടർബോജെറ്റ്, ടർബോഫാൻ എഞ്ചിനുകൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കണം. ഇന്ത്യ അതിലേക്കൊരു വലിയ ചുവട് വെച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ അതുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇന്നും വിടവാങ്ങുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം.